പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് ഉപ്പ് ഇട്ട് നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നൂലപ്പമാണ്, അതായത് ഇടിയപ്പം. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ കൈക്ക് ബലം കൊടുത്ത് നല്ലോണം പ്രസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ. ചിലത് തിരിക്കുന്നതാണെങ്കിലും നമുക്ക് കൈക്ക് ഒരുപാട് ബലം കൊടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ നന്നായി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വാട്ടിയതിന് ശേഷം ഒരു ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു നൂഡിൽസ് മേക്കറാണ്, അതായത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇടിയപ്പം മേക്കറാണ് കേട്ടോ, പിജിയോൻ്റെ. അതിന് നമുക്ക് അതിൻ്റെ ആ ഒരു മാവിടുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കുകയും ചെയ്യാം. അതിൻ്റെ അടിയിൽ നമ്മൾ കുഞ്ഞ് ചില്ല് ഇടാനും പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതുപോലെ മാവ് കുറച്ച് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഇടിയപ്പം മേക്കറിൻ്റെ സാധനം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്കത് ഫിറ്റ് ചെയ്യാനും അതുപോലെ ഊരിയെടുക്കാനും ഒക്കെ വളരെ സിമ്പിളാണ്. എന്നിട്ട് നമ്മളിത് ചാർജിലിടണം കേട്ടോ. നമ്മളിത് ചാർജ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മളൊരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇടിയപ്പം മാത്രമല്ല, നമുക്കിതിൽ നൂഡിൽസ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നൂഡിൽസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇടിയപ്പം നമുക്ക് ഒരു സ്വിച്ച് ഇട്ട പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾ.